ഇന്നത്തെ അറിയിപ്പുകൾ. ജനനമരണ രജിസ്ട്രേഷനിലെ തെറ്റുതിരുത്തൽ നടപടികൾ ഇനി ലളിതം. നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നിലവിലെ സർക്കുലർ റദ്ദ് ചെയ്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ജനന രജിസ്ട്രേഷനിൽ മാതാപിതാക്കളുടെ പേര് തിരുത്തൽ വരുത്തുന്നത് സംബന്ധിച്ച് നടപടികൾ ലളിതമാക്കുന്നതിനായി 2023 മെയ് 31 സർക്കുലറിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതായി കാണിച്ച് മുഖ്യ ജനനമരണ രജിസ്ട്രാറുടെ 2024 ഒക്ടോബറിലെയും 2025 ഓഗസ്റ്റ് 16 കത്തുകൾ പരിഗണിച്ചാണ് പുതിയ നിർദ്ദേശങ്ങൾ. ഇനി മുതൽ ജനനമരണ രജിസ്ട്രേഷനുകളിലെ വസ്തുതാപരമായ തെറ്റുകൾ തിരുത്തൽ വരുത്തുന്നതിന് നടപടി ലളിതമാക്കി. രജിസ്ട്രേഷനിലെ വിവരങ്ങൾ തെറ്റാണെന്നും ശരിയായ വിവരങ്ങൾ എന്താണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾക്കൊപ്പം 2 വിശ്വസനീയ വ്യക്തികളുടെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തൽ വരുത്താൻ രജിസ്ട്രാർമാർക്ക് നടപടി സ്വീകരിക്കാമെന്നാണ് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. നേരത്തെ മാതാപിതാക്കളുടെ പേര് ഇനീഷ്യൽ വികസിപ്പിക്കൽ, വിവാഹശേഷം ഭാര്യയുടെ പേരിനൊപ്പം ഭർത്താവിന്റെ പേര് ചേർത്തുള്ള വിലാസത്തിലുണ്ടാകുന്ന അക്ഷരത്തെറ്റുകൾ എന്നിവ പരിഹരിക്കാൻ നോട്ടറി, 2 ഗസറ്റഡ് ഓഫീസർമാർ, വില്ലേജ് ഓഫീസർ എന്നിവരുടെ സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയും ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചും മാത്രമേ തിരുത്തൽ വരുത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. പൊതുസ്ഥലങ്ങളിലെ ജലസ്രോതസ്സുകളുടെ ഗുണനിലവാരം കൃത്യമായി പരിശോധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. അക്കാന്തമീബയും നെഗ്ലേറിയ ഫൗളേറിയയും പോലുള്ള സൂക്ഷ്മജീവികൾ മൂലമാണ് ഈ ഗുരുതര രോഗം ഉണ്ടാകുന്നത്. ചൂടേറിയ തടാകങ്ങൾ, കുളങ്ങൾ, ശുദ്ധീകരിക്കാത്ത നീന്തൽക്കുളങ്ങൾ എന്നിവയിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നു. മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഈ അമീബ മസ്തിഷ്കത്തെ ബാധിക്കാനും രോഗപ്രതിരോധശേഷി കുറഞ്ഞവരിൽ മുറിവുകളിലൂടെ ശരീരത്തിൽ കടന്നുകയറാനും സാധ്യതയുണ്ട്. തീവ്രപനി, തലവേദന, ഛർദി, കഴുത്തുവേദന, വെളിച്ചം കാണുമ്പോൾ ബുദ്ധിമുട്ട്, ബോധക്ഷയം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗം വേഗത്തിൽ ഗുരുതരമാകുന്നതിനാൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. കിണറുകളും ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്യുക, നീന്തൽക്കുളങ്ങൾ ശുദ്ധീകരിക്കുക, ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ ശക്തമായ സംവിധാനങ്ങൾ സജ്ജമാണെന്നും എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗനിർണയ സൗകര്യങ്ങൾ ലഭ്യമാണെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 35% താഴ്ന്നു. കേരളത്തിൽ വേനൽ ചൂട് റെക്കോർഡുകൾ ഭേദിക്കുന്നതിനിടെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ആകെ സംഭരണശേഷിയുടെ 35% ചുരുങ്ങി. ഇതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമായി. വേനൽ മഴയിലും വരാനിരിക്കുന്ന തെക്കുപടിഞ്ഞാറൻ മൺസൂണിലും കുറവുണ്ടാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ ആശങ്ക ഇരട്ടിയാക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇടുക്കി ഡാമിൽ 10 അടിയോളം വെള്ളത്തിന്റെ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. നിലവിലെ ജലനിരപ്പ് 2335 അടിയാണ്. ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. കടുത്ത ചൂട് കാരണം ജലം ബാഷ്പീകരിച്ചു പോകുന്നതും തിരിച്ചടിയാകുന്നുണ്ട്. നിലവിൽ ശരാശരി 10 മുതൽ 11 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഡാമിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ചൂട് വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം മുൻ വർഷങ്ങളേക്കാൾ ഉയർന്ന നിലയിലാണ്. AC, കൂളർ എന്നിവയുടെ അമിത ഉപയോഗം ലോഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് KSEB. അണക്കെട്ടുകളുടെ ജലനിരപ്പ് ഇനിയും കുറയുകയാണെങ്കിൽ പീക്ക് അവറുകളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ജനങ്ങൾ വൈദ്യുതി ഉപയോഗത്തിൽ മിതത്വം പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ടിനുള്ള ബാലറ്റ് ലഭിക്കാത്തതിനെതിരെ ഹൈക്കോടതി ഇടപെടൽ. വോട്ടെണ്ണലിന് മുൻപ് വീണ്ടും പോസ്റ്റൽ വോട്ടിന് സൗകര്യം ഒരുക്കുമോ എന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള ബാലറ്റ് ലഭിക്കാത്തവർക്ക് വോട്ടെണ്ണലിന് മുൻപ് അതിനുള്ള സൗകര്യമൊരുക്കാൻ സാധിക്കുമോ എന്ന് ഹൈക്കോടതി. ഇതിൽ ജസ്റ്റിസ് P. കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തേടി. പോസ്റ്റൽ വോട്ട് ചെയ്യാൻ ബാലറ്റ് ലഭ്യമാക്കിയില്ലെന്നും അവസരം നിഷേധിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി NGO യൂണിയൻ, KSTA തുടങ്ങിയ സംഘടനകളും വ്യക്തികളും ഫയൽ ചെയ്ത ഒരു കൂട്ടം ഹർജികളാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഹർജി ഈ മാസം 28-ന് വീണ്ടും പരിഗണിക്കും. അതിനു മുൻപേ വിശദീകരണം നൽകണം. 1961 തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളിലെ 27-ാം വ്യവസ്ഥയനുസരിച്ച് വോട്ടെണ്ണലിന് 3 മണിക്കൂർ മുൻപ് വരെ പോസ്റ്റൽ വോട്ട് അനുവദിക്കുന്നുണ്ടെന്ന് ഹർജി
ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് കോടതി ഇത് സാധ്യമാണോ എന്ന് കമ്മീഷനോട് ചോദിച്ചത്. അതേസമയം പോസ്റ്റൽ വോട്ടിന് ഇനി സൗകര്യം ഒരുക്കാനാകില്ലെന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.